നമസ്കാരം, ഞാൻ ശ്രീകുമാർ. കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ എന്ന ഈ സീരീസിൻ്റെ ഭാഗമായി നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് മരുത്വാമലയും വട്ടക്കോട്ട തുടങ്ങിയ ഈ ഭാഗങ്ങളിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഈ പരമ്പരയിൽ ഇന്നത്തെ ഈ എപ്പിസോഡിൽ ഞങ്ങൾ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് മരുത്വാമല, വട്ടക്കോട്ട, പത്മനാഭപുരം പാലസ് തുടങ്ങിയ ഭാഗങ്ങളാണ് ഞങ്ങൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നത്. ഏവർക്കും സ്വാഗതം. കന്യാകുമാരിയിൽ നിന്നും 6 കിലോമീറ്റർ തിരുനെൽവേലി റൂട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് വട്ടക്കോട്ട എന്ന് പറയുന്ന ഒരു കോട്ട കാണാൻ പറ്റും. ഇതിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് 18th സെഞ്ച്വറിയിൽ തിരുവിതാംകൂറിൻ്റെ ഭാഗമാണ്. തിരുവിതാംകൂർ ലോഗോ എല്ലാം ഇപ്പോഴും അവിടെ വെച്ചിട്ടുണ്ട്. ഈ കോട്ടയുടെ എൻട്രി ഫ്രീ ആണ്. പക്ഷേ എന്തുകൊണ്ടോ അവർ ക്യാമറ ഉള്ളിലേക്ക് കടത്തുന്നില്ല. നമുക്ക് അതുകൊണ്ട് അതിൻ്റെ അകത്തെ ഭാഗങ്ങളൊന്നും ചിത്രീകരിക്കാൻ കഴിയുന്നില്ല. ഈ കോട്ട ഫുള്ളായിട്ട് കാണണമെങ്കിൽ ഇവിടെ ഒരു 100 മീറ്റർ അങ്ങോട്ട് പോയാൽ സൈഡ് റോഡുണ്ട്. അതുവഴി നമുക്ക് ബീച്ചിലെത്താൻ പറ്റും. ആ ബീച്ചിലെത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് കോട്ട ഫുള്ളായിട്ട് കാണാൻ പറ്റും. അന്നത്തെ കോസ്റ്റൽ ഏരിയ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി തിരുവിതാംകൂർ മഹാരാജാവ് 18th സെഞ്ച്വറിയിൽ ഉണ്ടാക്കിയ കോട്ടയാണ് വട്ടക്കോട്ട എന്ന് പറയുന്നത്. ഇത് മിസ്സാവാതിരിക്കുക. വട്ടക്കോട്ടയിൽ വന്നതിന് ശേഷം ഒരു 100 മീറ്റർ അകത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഈ സൈഡിൽ കൂടെ ഒരു റോഡുണ്ട്. അതിൽ കൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ബീച്ചിലെത്താൻ പറ്റുമെന്ന് പറഞ്ഞില്ല. ബീച്ചിലെത്തിയാൽ ഇവിടെ നിന്ന് നോക്കിയാൽ കോട്ട മനോഹരമായിട്ട് കാണാൻ പറ്റും. അന്ന് 18th സെഞ്ച്വറിയിൽ മറ്റ് പല ആൾക്കാരുടെയും ആക്രമണം ഇടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നമ്മുടെ തിരുവിതാംകൂർ രാജാവ് കോസ്റ്റൽ പ്രൊട്ടക്ഷന് വേണ്ടി ഉണ്ടാക്കിയ ഒരു സ്ഥലമാണ് ഈ വട്ടക്കോട്ട എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ നല്ല വൈറ്റ് സാൻഡ് ബീച്ചാണ്. നമുക്ക് ഒരു വലിയ തിരക്കില്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ബീച്ച് ഹോളിഡേയും കൂടെ ആസ്വദിക്കാവുന്ന ഒരു സ്ഥലം കൂടിയാണ്. പിന്നെ നല്ല കാറ്റായപ്പോഴും ശരിക്കും കാറ്റ് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും കന്യാകുമാരിയിൽ നിന്ന് നമ്മൾ കാസർഗോഡിലേക്ക് പോകുന്ന ഇതുവഴി വരുമ്പോൾ ഈ ഒരു സ്ഥലം മിസ് ചെയ്യാൻ പാടില്ല. പലപ്പോഴും പലരും പറഞ്ഞു പോലും കേട്ടിട്ടില്ലായിരുന്നു. പക്ഷേ ഇത്തവണ വന്നപ്പോഴാണ് ഈ സ്ഥലങ്ങളെല്ലാം കാണാൻ കഴിഞ്ഞത്. നമ്മുടെ ഈ പുറകിൽ കാണുന്നതാണ് മരുത്വാമല. ഈ മലയ്ക്ക് വളരെ അധികം പ്രത്യേകതകളുണ്ട്. എല്ലാ ചെടികൾക്കും, ഈ മലയിലെ എല്ലാ ചെടികൾക്കും ഔഷധ ഗുണങ്ങളുള്ള ഒരു ചെടികളാണ് ഇവിടെ ഉള്ളതെല്ലാം. ഇതിനെക്കുറിച്ച് ധാരാളം മിത്സ് ഉണ്ട്. ധാരാളം മുനിമാർ വന്ന് തപസ് ചെയ്ത സ്ഥലങ്ങളാണ്. രാമണ യുദ്ധകാലത്ത് ലക്ഷ്മണൻ അമ്പേറ്റ് മരണശയ്യയിൽ കിടക്കുമ്പോൾ മൃതസഞ്ജീവനി കൊണ്ടുവന്നാൽ
ലക്ഷ്മണനെ രക്ഷപ്പെടുത്താം. അതിനുവേണ്ടി ഹനുമാൻ പോയി ഈ മൃതസഞ്ജീവനി എന്ന സസ്യത്തിൻ്റെ പേര് മറന്നുപോവുകയും അല്ലെങ്കിൽ അത് കണ്ടുപിടിക്കാൻ പറ്റാതാവുകയും ചെയ്തപ്പോൾ ആ മലയോടുകൂടി കൊണ്ടുവന്ന് ശ്രീലങ്കയിലേക്ക് പോകുന്ന വഴി ഇവിടെ അതിൽ നിന്നൊരു ഭാഗം അടർന്നു വീണു. ആ മലയാണ് മരുത്വാ മല എന്നാണ് ഇതിൻ്റെ ഒരു വിശ്വാസം. അതിന് ഉദാഹരണമായി പറയുന്നത് മൃതസഞ്ജീവനി കൊണ്ടുവരാൻ പോയ ആ മലയുടെ താഴ്വാരങ്ങളിലും ആ മലകളിലും കാണുന്ന സസ്യജാലങ്ങളാണ് ഇവിടെയും കാണുന്നത്. അല്ലാതെ ഈ കേരളത്തിലോ അല്ലെങ്കിൽ തമിഴ്നാട്ടിലോ എങ്ങും ഇത്തരം സസ്യജാലങ്ങൾ കാണപ്പെടുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു മിത്തിന് ഒരു പ്രാധാന്യം കിട്ടിയതും. ഏതായാലും ഇതും നമുക്ക് മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു സ്ഥലമാണ്. ഇതിൻ്റെ മുകളിലൊക്കെ പോകാം, അമ്പലങ്ങളുണ്ട്, ആശ്രമങ്ങളുണ്ട്. ഇതെല്ലാം ഒരു ദിവസം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ മരുത്വാ മല നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണ്. നമ്മൾ കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ പോകുന്ന ഈ വഴിയിലുള്ള മറ്റൊരു കാഴ്ച. മരുത്വാ മലയിൽ കാറ് ഇതിൻ്റെ തൊട്ടടുത്ത് വരെ വരും. അത് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റെപ്പ് കയറിയാണ് മുകളിലേക്ക് പോകാനുള്ളത്. ഇവിടെ നമ്മൾ രാവിലെ വരണം. രാവിലെ വന്നു കഴിഞ്ഞാൽ ഈ ചെടികളെല്ലാം നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ കഴിയും. ഈ ഔഷധ ഗുണമുള്ള കാറ്റാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ. നമുക്ക് ശരിക്കും നമ്മളൊന്ന് ഫ്രഷാവും. എത്ര ക്ഷീണിച്ചാണ് വന്നാലും നമുക്കിവിടെ ഇതിൻ്റെ മുകളിലിരുന്നാൽ ക്ഷീണം തോന്നത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഈ വഴി പോകുമ്പോൾ മരുത്വാ മല ഈ മലയിലാണ് പഴയ ഗുരുക്കന്മാരെല്ലാം വന്ന് തപസ് ചെയ്തിരുന്നത്. ശ്രീനാരായണ ഗുരു എത്രയോ വർഷം ഇവിടെ തപസ് ചെയ്തതിന് ശേഷമാണ് എൻലൈറ്റൻമെൻറ്റ് കിട്ടിയത്. ശ്രീനാരായണ ഗുരു തപസ് ചെയ്തിരുന്ന സ്ഥലം കൂടിയാണ് മരുത്വാ മല. ആ കാലത്ത് പറഞ്ഞു കേട്ടിട്ടുള്ളത് ശ്രീനാരായണ ഗുരു അവിടെ തപസ് ചെയ്യുമ്പോൾ കൂടെ ഒരു പുലി ഉണ്ടായിരുന്നെന്നും പാമ്പുകളും സർപ്പങ്ങളുമൊക്കെ സൈഡിലൊക്കെ ഉണ്ടായിരുന്നുവെന്നും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു പ്രതിമയാണ് ഈ ബാക്കിൽ ചെയ്തിരിക്കുന്നത്. ശ്രീനാരായണ ഗുരു കിടന്ന് ഉറങ്ങുന്ന സമയത്ത് പുലിയും പാമ്പും എല്ലാം അടുത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അത്ര തീവ്രമായ തപസ് അനുഷ്ഠിച്ച സ്ഥലമാണ് ഈ മരുത്വാ മല. ഈ ഒരു ഗുഹയ്ക്കുള്ളിലാണ് ശ്രീനാരായണ ഗുരു തപസ് ചെയ്തതും അതിനുശേഷമാണ് എൻലൈറ്റൻമെൻറ്റ് ആയതും എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. മരുത്വാ മലയിൽ നിന്ന് വരുമ്പോൾ തൊട്ടടുത്ത് തന്നെയാണ് ഷിർദി സായിബാബയുടെ ഒരു അമ്പലമുണ്ട്. ഇവിടെ നമ്മൾ വന്നപ്പോൾ കാണാൻ കഴിഞ്ഞ ധാരാളം ആൾക്കാർ പ്രാർത്ഥിക്കാനായിട്ട് വരുന്നുണ്ട്. അത് മാത്രമല്ല അവരുടെ മെഡിറ്റേഷൻ റൂം തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ ബാക്കിൽ അറ്റാച്ച്ഡ് ആയിട്ട് ഉണ്ട്. മെഡിറ്റേഷൻ റൂംസ് ഉണ്ട്. പിന്നെ ആഹാരം ഇവർ സൗജന്യമായി കൊടുക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ഇവിടെ തന്നെ ഒരുക്കിയിരിക്കുന്നു. മരുത്വാ മലയിൽ നിന്നും സുചീന്ദ്രത്തേക്ക് പോകുന്ന വഴിയാണ് മൈലാടി എന്ന ഒരു ഗ്രാമമുണ്ട്. അവർ ശിലയെ ശില്പമാക്കുന്ന ആർട്ടിസ്റ്റുകളാണ്. ഇതിൻ്റെ ശില്പപ്പണി ചെയ്യുന്ന ആൾക്കാരെല്ലാം ഇവിടെ നിൽപ്പുണ്ട്. ഉങ്ങളെല്ലാം இந்த പണി ശില്പപ്പണി ചെയ്തു இந்த மாதிரி எல்லாம் ஃபோட்டோ தந்துட்டு தானே செய்யுது. அப்போ இதுப்போ ஒரு நார்மல் ஸ்டோன் இந்த மாதிரி ஒரு ஸ்டோன் எடுத்தால் அது எப்படி ஒரு சிற்பமாய் மாறும்?
ഡിസൈൻ ചെയ്തിട്ട് എടുത്ത് എല്ലാം ചെയ്യുന്നത്. അതിൽ ഡിസൈൻ ചെയ്യും, അതിൽ വരയ്ക്കും, വരച്ചിട്ട് ബാക്കിയുള്ള കൊത്തി എടുത്ത് ഫിനിഷിംഗ് ആക്കും. ഓ, മുമ്പെല്ലാം കൊത്തിയിരുന്ന കൈ കൊണ്ട് ഇപ്പൊ മെഷീനുണ്ട്. മെഷീൻ വന്ന് കൈ കൊണ്ട് ചെയ്യുമ്പോൾ എவ்வளோ നാൾ എടുത്താച്ച്? കൈ കൊണ്ട് 1.5 മാസം പിടിക്കും. 1 മാസം അവിടെ വേല, ഇത് 10 നാളിലും പിടിക്കും. ഓ, അത് അതിൽ കൈകൊണ്ട് ചെയ്യുന്ന 1.5 മാസം എടുക്കുന്നത്, ഇതൊരു 10 നാളെ മുടിയും. 10 നാളെ മുടിയും. അപ്പോൾ ഇതിൽ ഇപ്പോൾ ഒരു ഫോട്ടോ തന്നാൽ അന്തമാതിരി ശില്പം ഉണ്ടാക്കും. അതാണ് ഇത് കാണുന്നത് അല്ലേ? ഓ, இந்த മാതിരി ഫോട്ടോ തന്നാൽ നിങ്ങൾ இந்த മാതിരി കൊത്തിയെടുക്കും അല്ലേ? അതാണ് ചെയ്തത്. ഇതിപ്പോൾ 1.5 മാസം 2 മാസം എടുത്ത് இதெல்லாம் கொத்திக்கொண்டிருக்கும்போது ஏதாவது மிஸ்டேக் வந்தால் என்ன மிஸ்டேக் வராது, அப்படியே வந்து நம்ம கலைஞ்சிட வேண்டியது. ஓ, அது 1.5 மாதம் ஜோலியே போயாச்சு. ஓகே, அவ்வளவு கெயர்ஃபுல்லாக தான். ஓகே, ஒரு ശില്പം ഒരാൾ തന്നെ ചെയ്ത്, അത് ഒരാൾ തന്നെ ചെയ്യலாம், அப்படி ചെയ്യலாம், ഫിനിഷിംഗ് എല്ലാം ചെയ്യலாம். അല്ല, ഒരാൾ അന്ത മാതിരി ഇല്ല ചെയ്യുന്നത്. അപ്പോൾ இந்த மாதிரி ശില്പം എല്ലാം വന്നിട്ട് അതിൻ്റെ കയ്യിലെ ഇടയിലെല്ലാം ഹോളെല്ലാം ഇല്ലേ, അതെല്ലാം കറക്റ്റായി அப்படி தான் ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനെയുള്ളൊരു പാറ ഇതിൽ വരയ്ക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഏത് ശില്പമാണ് ഉണ്ടാക്കുന്നത് അത് വരയ്ക്കും. വരച്ച് കഴിഞ്ഞിട്ട് അത് കൊത്തും. ഈ കൊത്തുമ്പോൾ അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ കൈയുടെ ഇവിടെ ഹോളുള്ളതാണെങ്കിൽ അതൊക്കെ ആദ്യം ഹോളുണ്ടാക്കും. അതായത് ഇത് കഴിഞ്ഞ് വരുന്ന സ്റ്റേജാണ് ഇതാണ് സ്റ്റേജ്. ഈ സ്റ്റേജ് വരും ഗണപതിയുടെ ഒരു രണ്ടാമത്തെ സ്റ്റേജാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇത് മൂന്നാമത്തെ സ്റ്റേജാണ്. ഇങ്ങനെ വരും, ഇത് ഒരു ബിംബത്തിൻ്റെ. ഇത് കഴിഞ്ഞിട്ട് ഇവിടെ കൊണ്ടുവന്ന് അവർ വരയ്ക്കും. വരച്ച് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കൊത്തിക്കളഞ്ഞ് ഹോളിടേണ്ട ഹോളെല്ലാം ഇട്ട് ഇത് കഴിഞ്ഞിട്ടാണ് ഫിനിഷിംഗ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു 3-4 സ്റ്റേജുകൾ കടന്നിട്ടാണ് നമുക്ക് വ്യക്തമായ ഒരു ശില്പം കിട്ടുന്നത്. ഓക്കെ, എவ்வளோ നാളെ இந்த പണി மட்டும்தான் ചെയ്ത്? ഓക്കെ, ഒരു 10 വയസ്സിൽ എൻ്റെ വേലയ്ക്ക് എടുത്തിട്ട് ഇപ്പോൾ എനിക്ക് 67 വയസ്സായി. ഓ, ഓക്കെ, 10 വയസ്സിൽ തുടങ്ങിയതാണ്. അപ്പോൾ ഇതിൽ ഉங்கள் പേരൻസ് എല്ലാം இந்த പണി? எங்கள் பேரண்ட்ஸ் வந்து நகைத்தொழில், நகைப்பணி, கோல்டு எல்லாம் கோல்டு. ஓ, ஓகே ஓகே. இது எல்லாருக்குமே செய்ய முடியாது. ஒரு ஆர்டிஸ்டிக் ടാലന്റ് ഇരിക്കണം, ഇല്ലെങ്കിൽ ചെയ്യാൻ മുടിയാതെ. അത് മാത്രമല്ല കോൺസെൻട്രേഷനും ഇരിക്കണം അല്ലേ? அந்த மாதிரி കോൺസെൻട്രേഷൻ, மைண்ட் கிளியராக இருக்கணும். இப்போ மைண்டு இப்போ எல்லாருக்குமே ப்ராப்ளம் எல்லாம் இருக்கு. அந்த வீட்டில் எந்தாவது ப்ராப்ளம் அது இது வந்தால் இது செய்ய முடியாது. இங்கே வந்தாச்சுன்னா வேலைதான். ஓ, அப்படிதான். அதுதான் மெடிடேஷன் இல்லை? மைண்டை போட்டு குழப்பக்கூடாது. நம்ம என்ன ஒர்க்கு ചെയ്യുമ്പോൾ அதில் தான் ஞாபகமாக இருக்கும். അല്ലേ, ഇതൊരു തിയറിയാണ്. കാരണം നമ്മൾ ഏത് ജോലി ചെയ്യുന്നോ അതിൽ മൈൻഡ് കോൺസെൻട്രേറ്റ് ചെയ്താൽ இந்த மாதிரி നല്ല ശില്പം വരുന്ന മാതിരി എല്ലാ വേലയും നല്ലാവും. அப்படிதான். ഓക്കെ, ഏതായാലും വളരെ നന്ദി பார்த்ததுக்கு. മയിലാടിയിൽ മയിലാടിയിലെ ഈ കാഴ്ചകളെന്ന് പറയുന്നത് വിസ്മയിപ്പിക്കുന്നതാണ്. അത് ഓരോരുത്തരും ഈ യാത്രയിലിടയിൽ വന്ന് കണ്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഒരു പാറയെ എങ്ങനെ ഒരു ശില്പമാക്കി മാറ്റുന്നു എന്നുള്ളത്. ഏതായാലും നമ്മൾ അടുത്ത ഒരു ഡെസ്റ്റിനേഷനിലേക്ക് പോകാം. இதுவரை நான் பார்த்ததில்லை இதுபோல் வேறோர் ஆலயத்தை.
இதுவரை நான் பார்த்ததில்லை இதுபோல் வேறோர் ஆலயத்தை. இந்திரன் சாபம் தீர்ந்த இடம், தேவர்கள் வழிபட தேர்ந்த இடம், கற்பின் இலக்கணம் கண்ட இடம், அற்புதம் 1000 கொண்ட தலம், புனிதம் தவழும் சுசீந்திரம். இதுவரை நான் பார்த்ததில்லை இதுபோல் வேறோர் ஆலயத்தை. നമ്മൾ മയിലാടിയിൽ നിന്നും സുചീന്ദ്രത്തെത്തിയിരിക്കുകയാണ്. ഈ സുചീന്ദ്രം ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരെ ഒരുമിച്ച് പ്രതിഷ്ഠിച്ചിട്ടുള്ള ലോകത്തിലെ ഏക അമ്പലമാണ്. അതുകൊണ്ട് തന്നെ ഹൈന്ദവ വിശ്വാസികൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അമ്പലം കൂടിയാണ് ഈ അമ്പലം. അതുകൂടാതെ സംഗീത തൂണുകളുണ്ട്. ഈ ഗ്രാനൈറ്റിൽ 18 അടി ഉയരമുള്ള ഗ്രാനൈറ്റിൽ തൂണുകൾ ഉണ്ടാക്കിയിട്ട്, ഒറ്റക്കല്ലിൽ തന്നെ തൂണുകൾ ഉണ്ടാക്കിയിട്ട് സപ്തസ്വരങ്ങൾ കേൾക്കാം എന്നുള്ളതാണ്. ഓരോ തൂണിലും ടച്ച് ചെയ്യുമ്പോൾ സംഗീതത്തിൻ്റെ ഓരോ സ്വരങ്ങൾ വരുന്ന രീതിയിലാണ് അന്നത്തെ ശില്പ ചാതുര്യം ഉണ്ടാക്കി വച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഒരു വളരെ പ്രത്യേകത ഉള്ള ഒരു സ്ഥലമാണ്. കൂടാതെ ഈ അടുത്ത സമയത്താണ് ഇവിടുത്തെ രഥോത്സവം നടന്നത്. അതുകൊണ്ട് തന്നെ മറ്റു സാധാരണഗതിയിൽ ഈ രഥമെല്ലാം പൊതിഞ്ഞു വച്ചിരിക്കുകയായിരിക്കും. ഇപ്പോൾ 2-3 ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു ഇവിടെ രഥോത്സവം നടന്നതെന്നാണ് പറയുന്നത്, മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇത്തരത്തിലുള്ള 3-4 രഥങ്ങൾ ഈ പരിസരങ്ങളിലെല്ലാം ഇരിപ്പുണ്ട്. ഇത് ആൾക്കാർ വലിച്ചുകൊണ്ടാണ് ഈ റോഡിലൂടെ പോകുന്ന അങ്ങനെ ഒരു ഉത്സവവും ഇവിടെ സുചീന്ദ്രത്ത് നടക്കുന്നുണ്ട്. உன்னை பாட பாட இனிக்குது சிவலிங்கமே, எந்தன் பாடலின் இசையே சிவலிங்கமே. അപ്പോൾ ഇത് സുചീന്ദ്രം. ഇവിടുത്തെ ക്ഷേത്രത്തിന്റെ വിശേഷം എന്താണ്? 3 പേരും കൂടി ഒന്നിച്ചിരിക്കുക, ബ്രഹ്മ വിഷ്ണു ശിവൻ. ഓക്കെ. ലോകത്തിലെ ഈ ക്ഷേത്രത്തിന് 3 പേരും കൂടി ഒന്നിച്ചിരിക്കുന്ന സ്ഥലമാണ്. ഇന്ദ്രന് ശാപം കിട്ടിയ സ്ഥലമാണ്. സ്ഥലത്തിന്റെ പേര് സുചീന്ദ്രം. തമിഴിൽ സുദ്ധം പ്ലസ് ഇന്ദ്രൻ, സുചീന്ദ്രനായി. എല്ലാ അമ്പലത്തിലും അർത്ഥസാമ പൂജ ഉണ്ട്. ഈ അമ്പലത്തിൽ അർത്ഥസാമ പൂജ ദേവേന്ദ്രൻ ചെയ്തതായിട്ട് ഐതിഹ്യം. ഓക്കെ. ഈ അമ്പലം മുമ്പ് കേരളത്തിൽ ഇപ്പൊ തമിഴ്നാടായിരിക്കുന്നത്. ഇത് മുമ്പ് കേരളത്തിന്റെ ഭാഗമായിരുന്നു. മുമ്പ് കേരളത്തിൽ ഇപ്പൊ മാനേജ്മെന്റ് തമിഴ്നാടാണെങ്കിലും പൂജാരികളൊക്കെ കേരളത്തെ ഐതിഹ്യമാണ്. കേരളത്തെ ഐതിഹ്യമാണ്. പൂജാരിത്തരം കേരളത്തിന് അമ്പൂരികളാണ്. ഇവിടെ തന്നെ ബ്രഹ്മാവിഷ്ണു ശിവനാണ് കേൾക്കുന്നത്. ഹനുമാൻ ക്ഷേത്രം തന്നെ കേൾക്കുന്നത്. 18 അടി പൊക്കം, സീതാദേവിക്ക് കാണിച്ച വിശ്വരൂപ ഹനുമാൻ സ്വാമിയാണ്. എല്ലാ ഹനുമാൻ സ്വാമിക്ക് വാലൊന്ന് താഴോട്ടുണ്ട്. ഈ ഹനുമാൻ സ്വാമിക്ക് വാലൊന്ന് തലയിന്റെ മുകളിലുണ്ട്. ഭൂമിക്കടിയിൽ നിന്ന് കിട്ടിയ വിഗ്രഹമാണ്. ഈ ഹനുമാൻ സ്വാമി വന്ന പിന്നീടാണ് ഈ അമ്പലം ഫേമസ് ആയത്. അതും വന്നിട്ട് 1000 വർഷങ്ങൾക്ക് മുമ്പായി. സപ്തസ്വരങ്ങളുണ്ട്. 18 അടി സപ്തസ്വരങ്ങളുള്ള കൽമണ്ഡപമുണ്ട് അല്ലേ? അത് ഈ അമ്പലത്തിനൊരു പ്രത്യേകതയാണ്. തമിഴ്നാട്ടിൽ 3 അമ്പലത്തിൽ നന്ദികേശ്വരം വിശേഷമാണ്. ഒന്ന് തഞ്ചാവൂർ, 2 രാമേശ്വരം, 3 ഇവിടെ. തഞ്ചാവൂർ ഒന്ന് കല്ലും, രാമേശ്വരത്തിൽ ചുണ്ണാമ്പും, ഇത് കടച്ചങ്ക് കൊണ്ട് ചെയ്തതാണ്. ചങ്കുകൾ കൊണ്ട് നടത്തിയത്. ഈ ഗോപുരം രാജഗോപുരം എന്ന് പറയാ. 125 അടി പൊക്കമാണ്. 125 അടി പൊക്കമുണ്ട്. കംപ്ലീറ്റ് രാമായണത്തിന്റെ മഹാഭാരതത്തിന്റെ കഥകളാണ്. ഇതെല്ലാം കൊത്തി വെച്ചിട്ടുണ്ട്. രാമായണം 25 അടി കല്ലും ബാക്കി അത്രയും കടൽ ചങ്ക് കൊണ്ട് ചെയ്തതാണ്. അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. 3 പേര് ഒന്നിച്ചിരിക്കണമെങ്കിൽ ശിവനുണ്ട്, മഹാവിഷ്ണു ഉണ്ട്. ഏതൊരു അമ്പലത്തിൽ പോയാൽ ഒന്നിന് ശിവന് മുഖ്യത്വം കൊടുക്കുക, ഇന്നൊന്ന് വിഷ്ണുവിന് മുഖ്യത്വം കൊടുക്കുക. ഇവിടെ ഒന്ന് ശിവന് എത്ര മുഖ്യത്വമോ അതുപോലെ വിഷ്ണുവിന് കൊടുക്കാം. അതിനെ 2 കൊടിമറ ഇവിടെ അകത്തിരിക്കും അമ്പലത്തിനകത്ത്. ശിവന് വന്ന് ധനുമാസവും മഹാവിഷ്ണു വന്ന് ചിങ്ങമാസവും ഉത്സവം നടക്കുന്ന സമയമാണ്. അപ്പോൾ 2 ഉത്സവങ്ങളുണ്ട്. ശിവന് വന്ന് ധനുമാസവും മഹാവിഷ്ണു വന്ന് ചിങ്ങമാസവും. ഏതായാലും വളരെ സന്തോഷം കാണാൻ കഴിഞ്ഞതില്ല. താങ്ക് യു. ഞങ്ങളിപ്പോൾ പാർവതിപുരത്ത് ചുങ്കാങ്കഴൈ എന്ന സ്ഥലത്താണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോഴേ നമ്മൾക്ക് പറഞ്ഞിരുന്നു ഇത് വഴി പോകുമ്പോൾ സായ് കഫേ എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻ്റ് ഉണ്ടെന്നും അവിടെ നല്ല ഫുഡ്, വെറൈറ്റി ഫുഡ് കിട്ടാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. വെജിറ്റേറിയനാണ്. ഏതായാലും ഒന്ന് ഉച്ചയ്ക്കുള്ള ആഹാരം ഒന്ന് കഴിച്ചിട്ട് പോവാം.
ഇവിടെ വന്നപ്പോൾ സ്പെഷ്യലായിട്ട് എനിക്ക് തോന്നിയത് മിനി മീൽ. ഞാനിവിടെ വന്നപ്പോൾ സാറിന് ഇങ്ങനെയുള്ള കടകളിൽ ഇപ്പോൾ താലി എന്ന് പറയുന്നതാണല്ലോ എല്ലാ വെറൈറ്റി ആയിട്ടുള്ളത്. ഇവിടെ വന്നപ്പോൾ കേട്ടപ്പോൾ മനസ്സിലായത് മിനി മീൽ എന്ന് പറഞ്ഞ് ഒരു പ്രത്യേകതരം മീൽ അവർ കൊടുക്കുന്നുണ്ട്. അതിൽ എന്തൊക്കെ ആണ് ഉള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, മിനി മീൽ തന്നെ. ഓക്കെ, ഇതിൽ വെറൈറ്റി റൈസ് ഇരിക്കല്ലേ? ഇതെല്ലാം എത്ര 1 2 3 4 5 അഞ്ച് വെറൈറ്റി റൈസ്. ഇത് വന്ന് തൈര് റൈസ്, കർഡ് റൈസ്. ഇത് വന്ന് ഫ്രൈഡ് റൈസ്, ഫ്രൈഡ് ചെയ്ത റൈസ്. ഇത് എന്നാ റൈസ്? പുതിന റൈസ്. ഇത് ലെമൺ റൈസ്. ഇത് വന്നിട്ട് സാമ്പാർ റൈസ്. അപ്പോൾ 1 2 3 4 5 5 വെറൈറ്റി ഓഫ് റൈസാണ് ഇവർ ഇതിനോടൊപ്പം തരുന്നത്. നമ്മൾ സാധാരണ ചോറ് കൊണ്ടുവയ്ക്കുമ്പോൾ നമുക്ക് ചോറും കുറച്ച് കറികളുമാണല്ലോ നമുക്ക് പ്രധാനമായിട്ടുള്ളത്. ഇത് വിവിധ തരം റൈസുകളാണല്ലോ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് ഓരോ റൈസും ഒന്നെടുത്ത് കഴിക്കണമെന്ന് തോന്നുന്ന രീതിയിലാണ് ഇത് പ്രസൻറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. കൂടാതെ ചപ്പാത്തിയുണ്ട്. അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് തോന്നുകയും ചെയ്യും. ഇത് എപ്പോഴും നമ്മൾ ഫുഡ് പ്രസൻറ്റ് ചെയ്യുന്ന രീതിയിലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ചുമ്മാ എല്ലാം കൂടെ കൊണ്ടിടുകയും കുറേ കറി അവിടെ ഇവിടെ വെച്ചിട്ട് കഴിക്കുന്ന ഹാബിറ്റുള്ളവർക്ക് ഒരു പക്ഷേ അത് നല്ലപോലെ പ്രസൻറ്റ് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ കുറേ കൂടെ നല്ലതായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഇത് സ്ഥിതി ചെയ്യുന്നത് ട്രിവാൻഡ്രം നാഗർകോവിൽ റോഡിൽ ചുങ്ങാങ്കടൈ എന്ന ഒരു ജംഗ്ഷനുണ്ട്. അവിടെ വെച്ചിട്ടാണ് ഇത് സായി കഫേ എന്ന് പറയുന്ന. ട്രിവാൻഡ്രത്തേക്ക് പോകുമ്പോൾ റൈറ്റ് സൈഡിലാണ് വരുന്നത്. അത് ഒന്ന് നമുക്ക് വെറൈറ്റി ഫുഡുകൾ ട്രൈ ചെയ്യാൻ പറ്റിയ, വെജിറ്റേറിയനിൽ വെറൈറ്റി ഫുഡുകൾ ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു കടയായിട്ടാണ് റെസ്റ്റോറൻ്റായിട്ടാണ് എനിക്ക് തോന്നിയത്. ഏതായാലും ഇത് കഴിച്ചിട്ട് ഇതിൻ്റെ അഭിപ്രായം കൂടെ പറയാം. ഇപ്പം ഞാൻ മിനി മീൽസ് കഴിച്ച് വയറെല്ലാം ഫുള്ളായി ഉച്ചയ്ക്കുള്ള അത് കഴിച്ചപ്പോഴാണ് ഇവിടെയുള്ള മറ്റ് വെറൈറ്റി സാധനങ്ങളെ കുറിച്ചിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഫുഡാണ് ഈ ഇലയട എന്ന് പറയുന്നതുണ്ടല്ലോ. നല്ല ചൂടോടെ ഇരിക്കുകയാണ്. ഒരു വൈകുന്നേരത്തേക്ക് പ്രിപ്പയർ ചെയ്യുകയാണ്. ഇത് കഴിഞ്ഞിട്ട് കുഴക്കട്ട. ഇത് മധുരമുള്ളതാണ്. ഇത് റാഗി കുഴക്കട്ടയാണ്. അതിനകത്ത് മധുരമൊന്നും വെച്ചിട്ടില്ല. പിന്നെ ഇങ്ങനെയുള്ള കടല, ബ്ലാക്ക് കടല വെച്ചിട്ടും മേൽക്കടല നമ്മൾ ഇതെല്ലാം വെച്ചിട്ട് പല വെറൈറ്റി വൈകുന്നേരത്തേക്കുണ്ട്. അത് മാത്രമല്ല വേറൊരു കാര്യം ഞാനിവിടെ നോക്കിയപ്പോൾ മെനുവിൽ തന്നെ നോക്കിയപ്പോൾ 50 60 തരം ദോശകളും ഒരു കിങ് മാവേലി റോസ്റ്റ് എന്ന് പറയുന്ന ദോശ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ കിങ് മാവേലി റോസ്റ്റ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ 18 തരം തൊട്ടുകറികൾ അതിനോടൊപ്പം ഉണ്ടാവും എന്നുള്ളതാണ്. വെറൈറ്റി ഓഫ് തൊട്ടുകറികളും ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ദിവസം നമ്മൾ വന്ന് ട്രൈ ചെയ്യാം. കിങ് മാവേലി റോസ്റ്റ് 18 ടൈംസ്. ഹോം സ്റ്റേയും ഉണ്ട്. ഓക്കെ. അത് എല്ലാം വന്നാലും ഇങ്ങനെ ഈ വരുമ്പോൾ സായി കഫേ ഒരു വെറൈറ്റി ഷോപ്പ് തന്നെയാണ്. അപ്പോൾ ഏതായാലും നമ്മൾ ഫുഡ് കഴിച്ചു പോയി. ഇപ്പോൾ ഇലയടയൊന്നും കഴിക്കാൻ ഇല്ല. ഇതൊന്നൊരു 4ഉം ഞങ്ങൾ കാറിലിരുന്ന് ടീയോട് കൂടി സാപ്പിടില്ല. ഓക്കെ, വെരി നൈസ് ഫുഡ്. നെക്സ്റ്റ് ടൈം ഓൾസോ ഐ വിൽ കം. ഓക്കെ, താങ്ക് യു.